Hello my dear students, welcome to our channel Teacher at Home. Today class we are going to learn the second chapter of the 6th standard, that is the essence of life, the essence of change. Okay. Observe the picture. Don't you see the lush green field, the road, the house, etc.? Isn't all the result of the hard work of a number of people? ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? നെൽവയൽ കാണുന്നുണ്ട്, ട്രാക്ടർ അല്ലെ ഓടിക്കുന്നത് കാണുന്നുണ്ട്, പിന്നെന്താണ് ഒരു കർഷകൻ അവിടെ ജോലി ചെയ്യുന്നു, ഒരു മോട്ടോർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെന്താണ് വെള്ളത്തിലൂടെ താറാവ് നീന്തി പോകുന്നു, പിന്നെന്താ കാണുന്നത്? ഒരു ജീപ്പിൽ അല്ലെ അനൗൺസ്മെന്റ് നടക്കുകയാണ്, കുട്ടികൾ പന്ത് കളിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ പിക്ചറിൽ കണ്ടത്. Don't you think that the children playing with the ball should have the capacity to do so? Haven't you learned that the energy for this is obtained from the food we eat? Don't you require energy for doing other kinds of work as well? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കുട്ടികൾ എന്ത് പന്ത് തട്ടി കളിക്കണു അല്ലെ? അപ്പൊ അവർക്ക് അത് ചെയ്യാനുള്ള എനർജി വേണ്ടേ? എനർജി എവിടെ നിന്നാണ് അവർക്ക് ലഭിക്കുക? ഭക്ഷണത്തിലൂടെയാണ് അവർക്കത് ലഭിക്കുക. Don't you require energy for doing other kind of work as well? വേറെ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് എനർജിയുടെ ആവശ്യമില്ലേ? എനർജി ഫോർ എവറിത്തിങ്, എല്ലാ കാര്യത്തിലും നമുക്ക് എന്ത് വേണം? എനർജി വേണം അല്ലെ? The sunlight enables us to see everything during daylight. അപ്പൊ പകൽ സമയത്ത് നമ്മെ കാണാൻ സഹായിക്കുന്നത് എന്താണ്? സൂര്യപ്രകാശത്തിന്റെ സഹായം അല്ലെ? You know that light is a form of energy. പ്രകാശം എന്ന് പറയുന്നതും ഊർജത്തിന്റെ ഒരു രൂപമാണ്. The light produced using electricity help us during the അപ്പോ രാത്രി നമ്മളെ എങ്ങനെയാ സഹായിക്കുന്നത്? വൈദ്യുതിയുടെ സഹായത്താലാണ് പ്രകാശം നമുക്ക് കാണാൻ പറ്റുന്നത്. Heat is used for cooking food. അല്ലെ? താപം എന്തിനാ ഉപയോഗിക്കുന്നത്? ഭക്ഷണം പാകം ചെയ്യാൻ. Electrical energy is used to make a fan work. അല്ലെ? കറന്റിന്റെ സഹായത്താൽ, വൈദ്യുതിയുടെ സഹായത്താലാണ് ഫാന് കറങ്ങുന്നത്. What are the forms of energy used for different activities? അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഊർജമാണുള്ളത്? വൈദ്യുതോർജം, ശബ്ദോർജം, താപോർജം, പ്രകാശോർജം, രാസോർജം, ഇങ്ങനെയുള്ള പല ഊർജങ്ങളും നമ്മുടെ ഇടയിലുണ്ട് അല്ലെ? What among these different forms of energy can we see? That is the light energy, electrical energy, sound energy, chemical energy. These are the different forms of energy we are seeing. Okay. Context: riding motor vehicles. Motor vehicles, energy from fuels. Drying clothes or light from the sunlight. Bulbs glowing, that is energy obtained from electricity. Okay. Loudspeaker working, that is on the also loudspeaker means also electricity. Heat, electricity, light, sound, etc. different forms. ഇതൊക്കെയാണ് എന്ത്? പലതരത്തിലുള്ള ഊർജങ്ങൾ. ഏതാണ്? ഹീറ്റ്, ഇലക്ട്രിസിറ്റി, ലൈറ്റും സൗണ്ടും. Is light energy the only form of energy produced when a bulb glows? അല്ലെ? ബൾബ് കത്തുമ്പോ ലൈറ്റ് മാത്രമാണോ, പ്രകാശം മാത്രമാണോ നമുക്ക് ലഭിക്കുന്നത്? എല്ലാ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലെ? For this we know switch off a bulb after keeping it on for some time. അല്ലെ? കുറച്ചു നേരം ബൾബ് ഒന്ന് ഓഫ് ആക്കി നോക്കുക, അപ്പൊ നമുക്ക് ഈ ചൂട് ഫീൽ ചെയ്യും. Feel the glass surface of the bulb carefully with your finger. What do you feel? We will feel heat, hotness we will feel. What are the forms of energy produced while the bulb was glowing? അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള എനർജിയാണ് നമുക്ക് അനുഭവപ്പെട്ടത് ബൾബ് പ്രകാശിക്കുമ്പോൾ? Which form of energy among this do we make use of? ഇതിൽ ഏത് എനർജി ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? Aren't there other situation in which more than one form? അപ്പൊ ചില സിറ്റുവേഷൻസിൽ എന്താണ്? മോർ ദാൻ, ഒന്നിൽ കൂടുതൽ ഊർജ്ജമാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ? Different forms of energy, different situations are given. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പല മാറ്റങ്ങളാണ് അല്ലെ? ഊർജത്തിന്റെ പല മാറ്റങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. Complete the following table by identifying the different forms of energy produced. അപ്പൊ ഓരോ കേസിലും പലതരത്തിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. The one we usually make use of, that is situation ഏതാണ്? A torch is lit, forms of energy produced, that is heat and light will be produced. A candle is burning, മെഴുക് കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? The same way the heat and light will be produced. Firewood is burning in an oven, അല്ലെ? അപ്പൊ നമ്മള് വിറക് ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ same, that is the heat and light will be produced. Electric bulb also heat and light. Cracker is working, heat and light will be produced. Don't you require energy for all the activities? അപ്പൊ എല്ലാത്തിലും നമുക്ക് എന്ത് വേണം? ഊർജം വേണം അല്ലെ? എനർജി വേണം. Do we make of all forms of energy that are produced?
ഈ എല്ലാ ഫോംസും നമ്മൾ ഉപയോഗിക്കാറുണ്ട്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫോംസും നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? Write down your inference in the science diary. We have familiarized ourselves with a few forms of energy. അല്ലേ? നമുക്ക് കുറച്ച് എനർജി ഒക്കെ ഇപ്പൊ പരിചയപ്പെട്ടു കഴിഞ്ഞു. Which are the forms of energy produced in the following situation? അതായത് ഏതൊക്കെ എനർജിയാണ് ഈ സിറ്റുവേഷനിൽ കണ്ടത്? When a sparkler is lit, അല്ലേ? നമ്മൾ കമ്പിത്തിരി കത്തിക്കുമ്പോൾ എന്താണ്? ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Chemical energy is also produced while riding a motorcycle. Motorcycle ride എന്താണ്? That is energy be considered into the mechanical energy. Fuel energy will be using, no, that is the chemical one will be into the mechanical energy. Motorcycle fuel we are not using. Mechanical energy. While operating a mixer grinder means electrical energy will be given, so it will be turned into a mechanical energy. And also sound energy will be produced. While operating an electric motor in the same way, when we are giving the electricity, that is supplying electrical energy, it will be converted into the mechanical energy. Sound, heat and mechanical energy. In all these conditions, that is heat, sound and mechanical energy will be produced. Haven't you found out the different forms of energy when a mixer grinder is operated? Which is the form of energy used to operate a mixer grinder? Grinder operate ചെയ്യാൻ എന്ത് എനർജിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അത് എഴുതുക. Okay. Energy can be transferred from energy എന്ന് പറയുന്നത് എന്താണ്? ഊർജ്ജം എന്ന് പറയുന്നത് ഒന്നിൽ നിന്നും മറ്റേതിലേക്ക് മാറ്റാൻ സാധ്യതയുള്ളതാണ്. It is transferred from one form to another. We use electrical energy to operate. Electric mixer grinder operate ചെയ്യാൻ എന്താ ഉപയോഗിക്കുക? Electrical energy ആണ് ഉപയോഗിക്കുന്നത്. And an electric motor also. Which is the form of energy used to light a sparkler and a ride of motorcycle? അല്ലേ? കമ്പിത്തരി കൊളുത്താനും പിന്നെ സൈക്കിള് ചവിട്ടാനും എന്ത് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യണത്? അത് എഴുതി വെക്കുക. Make use of reading note. Okay. Mechanical energy. Electrical energy or the energy produced by burning fuels. അതായത് വൈദ്യുത എനർജിയോ അല്ലെങ്കിൽ എനർജി കത്തിച്ചത് മൂലം ഉണ്ടാകുന്ന എനർജിയോ, it is used to make an engine work. അല്ലെ? എഞ്ചിൻ വർക്ക് ചെയ്യാൻ ഇതൊക്കെ എനർജി ആവശ്യമുള്ളതാണ്. അപ്പൊ ഈ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എഞ്ചിൻ പാർട്ട് മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങും. വെഹിക്കിൾ വിൽ ബി ഏബിൾ ടു മൂവ്. വാഹനം ഓടിക്കാൻ പറ്റും. Chemical energy. The energy contained in a substance is chemical energy. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്നത് കെമിക്കൽ എനർജി ഏതാ? പ്ലാന്റ്സിൽ അല്ലെ? പ്ലാന്റ്സിൽ നമ്മൾ കാണുകയാണെങ്കിൽ എന്താണ്? ഫോട്ടോസിന്തസിസിലൂടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സഹായത്തോടും സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയും this energy will be transferred to the glucose and oxygen. അപ്പൊ ആ കെമിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് എന്ത് ചെയ്യും? That will be stored up, reaches the animals through food. അല്ലെ? While burning, കത്തിക്കുമ്പോൾ എന്ത് ചെയ്യാം? Firewood to get the chemical energy stored. അല്ലെ? പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത ആ കെമിക്കൽ എനർജി കത്തിക്കുന്നതിലൂടെയും നമുക്ക് കിട്ടും. Contain chemical energy. I work using, അപ്പൊ സോളാർ കാർ പറയാണ് it work using solar energy. പെട്രോളും me too എന്ന് പറയാം. What is the reason for the how do vehicles run on petrol and diesel depend on the sun? സണ്ണിനെ എങ്ങനെയാണ് ഈ പെട്രോളും ഡീസലും ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാരണം സൺ എന്ന് പറയുമ്പോൾ it take energy by the plants and animals which has been transferred to the fossil fuels. Fossil fuels എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോള്, പെട്രോള്, ഡീസൽ, കെറോസിൻ, LPG അല്ലെ? ഇതാണ് വേരിയസ് ഫോംസ്. ഇനി how many changes? How often do we use energy changes in daily life? Let's try to tabulate a few domestic uses of energy. Situation. Bulb glowing. Bulb glow ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? Electrical energy is being transferred to light energy and heat energy. Working on electric motor to pump water. Pump water ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? Electric water അല്ലെ? Electrical energy. It is being transferred into what? Mechanical energy. Now then lighting a matchstick means that is chemical energy. It is being transferred to light energy. Mixer grinder, chemical energy, the electrical energy being transferred to mechanical energy. Radio means electrical energy transferred to the sound energy. Add more situation to the table and expand it. What are the forms of energy we often use in daily life? To make the maximum use of energy, energy loss in appliances should be, അതായത് to make use, കൂടുതൽ ഊർജം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ ഊർജം നഷ്ടപ്പെടുന്നത് അത് സംരക്ഷിക്കണം. You might be familiar with the various activities carried out using a generator. അല്ലെ? ജനറേറ്ററിന്റെ പല പ്രോസസ്സും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. Identify the forms of energy use. അതിൽ യൂസ് ചെയ്ത എനർജി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക.
The forms of energy produced and the energy changes അല്ലെ ഏതൊക്കെ തരത്തിലുള്ള എനർജിയാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെന്താണ് എനർജി ചേഞ്ചസ് ദാറ്റ് occur ഏതൊക്കെ മാറ്റങ്ങളാണ് അല്ലെ ഊർജത്തിന്റെ മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യുക റെക്കോർഡ് ദം ഇൻ ദ ഫ്ലോ ചാർട്ട് അതൊക്കെ ഈ ഫ്ലോ ചാർട്ടിൽ രേഖപ്പെടുത്തുക ഫ്യൂവൽ ബേൺസ് അല്ലെ അപ്പോൾ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എന്താണ് കെമിക്കൽ എനർജിയാണ് അത് ട്രാൻസ്ഫർ ടു ലൈറ്റ് ഹീറ്റ് ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോഴോ electrical energy transfer to mechanical energy mixer grinder electrical to mechanical fan also electrical to mechanical bulb glowing electrical to light energy. Here are the some examples given. Which form of energy does undergoes change in each situation? മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഏതൊക്കെയാണ് ഇതൊക്കെ മാറ്റം സംഭവിക്കുകയാണ് അല്ലെ ഫോം ഓഫ് എനർജി പറഞ്ഞ ഇവിടെ എന്താണ് ഹീറ്റ് എനർജി ലൈറ്റ് എനർജി in which situation is the given picture does not use light energy വെളിച്ചം ഉപയോഗിക്കാത്തത് ഏതാണ് ഫസ്റ്റ് അല്ലേ ബേണിംഗ് ആണ് ബേണിംഗ് then in which situation is the sound energy sound ഏതിലാ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ സ്പാർക്ക്ലിറ്റ് ബേൺ ചെയ്യുമ്പോൾ പിന്നെ in which situation is heat energy made use of that is what all these things given in which energy in which situation sound energy producer that is sparkler okay that is കത്തുമ്പോഴാണ് നമുക്ക് എന്ത് സൗണ്ട് കേൾക്കുന്നത് this situation is the heat that already told we understood that there are different situations where one form of energy transfers അതായത് ഒരു ഫോം എനർജിയുടെ ഒരു ഫോം transfer to another form what is the change that happens in a substance when it receives energy എനർജി റിസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അതാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് when ice melt അല്ലെ ഐസ് മെൽറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് take some ice cube in a beaker and heat it കുറച്ച് ഐസ് ക്യൂബ് ഒരു ബീക്കറിൽ എടുക്കുക എന്നിട്ട് അത് ഹീറ്റ് ചെയ്യുക അപ്പൊ എന്താ സംഭവിക്കുക ഐസ് മെൽറ്റ് വാട്ടർ which form of energy was utilized by heat energy ആണ് ഉപയോഗിച്ചത് അല്ലെ now heat the water obtained when ice sorry അപ്പം നമുക്ക് കിട്ടിയ ആ വെള്ളം പിന്നെയും ഒന്നും കൂടെ ചൂടാക്കുമ്പോൾ എന്താ ചെയ്തത് വേപ്പേഴ്സ് വിൽ ബി ഫോംഡ് ഓക്കെ സ്റ്റീം converted back into water what change should be brought to the experiment made it possible that is examine the figure and discuss the material to be used to conduct the experiment ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക can the experiment be carried out more effectively by placing an ice cube on watch glass the steam is again converted അല്ലേ steam എന്താണ് നീരാവി തിരിച്ച് എന്തായി പോവും വെള്ളമായിട്ട് പോവും എങ്ങനെ can be converted into ice again പിന്നെ അത് ഐസ് ആയിട്ട് മാറും അല്ലേ what method can be adopted എന്ത് മെത്തേഡാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് ice absorbs heat energy അല്ലേ ഐസ് എന്ത് ചെയ്യും ചൂട് സ്വീകരിച്ചിട്ട് it will turn into water water എന്ത് ഫോം ആണ് it is in the liquid form water further absorbs water ഈ വെള്ളം എന്ത് ചെയ്യും പിന്നെയും ചൂട് അബ്സോർബർ ചെയ്തിട്ട് എന്താവും സ്റ്റീം ആയിട്ട് പോവും നീരാവി ആയിട്ട് അപ്പിയർ ചെയ്യും when steam loses heat steam ചൂട് തണുത്തു കഴിഞ്ഞാൽ it again changes to water അല്ലേ when heat energy is further lost means പിന്നെയും തണുപ്പിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ഐസ് ഉണ്ടാവുന്നത് changes of state substance undergo change of state when they absorb or release adequate heat energy that is when a substance it absorbs adequate ചൂട് അബ്സോർബോ റിലീസോ ചെയ്യുന്ന സമയത്താണ് അതിനൊരു വസ്തുവിന് മാറ്റം ഉണ്ടാവുന്നത് on absorbing heat energy they change from the solid state to liquid state so that is when a substance absorbs heat it will change to solid ഖരമോ liquid ഫോമിലേക്കോ അല്ലെങ്കിൽ വാതക ഫോമിലേക്കോ അത് മാറും ദ്രാവകം വാതക രൂപത്തിലേക്ക് അത് മാറുകയാണ് substance get converted from the gaseous state to the liquid state and then to the solid state by releasing അപ്പൊ ഹീറ്റ് റിലീസ് ചെയ്യണതനുസരിച്ചാണ് അവരെ ലിക്വിഡ് സ്റ്റേറ്റും gaseous സ്റ്റേറ്റും accept ചെയ്യണത് now note down in the flow chart given below how heat affects the change of state of water ഈ വാട്ടറുടെ ചേഞ്ച് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഐസ് ക്യൂബ് എടുത്തു അല്ലെ അത് ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ എന്താവും വാട്ടർ ആവും again ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴോ സ്റ്റീം ആവും then ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്തോ വാട്ടർ ആവും പിന്നെ ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ എന്താവും ഐസ് ക്യൂബ് ആയിട്ട് അപ്പൊ ഈ പ്രോസസ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ we have seen that ice water and steam are the three states of water waterയുടെ three forms ഏതൊക്കെയാ ice water and steam is energy absorbed or released when the steam is changed into water and then into ice which among the three states had the maximum ഈ മൂന്ന് സ്റ്റേറ്റിൽ ഏതിനാണ് maximum energy
which state has the minimum energy, this and all you write in your note. Okay, let's make an ice doll. ഒരു ice doll ഉണ്ടാക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണ്? Making the model of an egg using wax for exhibition. മെഴുക് ഉപയോഗിച്ചിട്ട് കുട്ടിയുടെ ഒരു മാതൃക ഉണ്ടാക്കുക. പിന്നെ സസ്പെൻഡിങ് ആൻ ഐസ് ബോൾ യൂസിങ് എ ത്രെഡ്, ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഒരു ഐസ് ബോൾ ഹാങ് ചെയ്യുക. മേക്കിംഗ് വാക്സ് ഡോൾസ് അല്ലെ, മെഴുക് ഉപയോഗിച്ചിട്ട് പാവകൾ ഉണ്ടാക്കുക. ഫൈൻഡ് മെത്തേഡ്സ് ടു മേക്ക് ദം ആഫ്റ്റർ ഡിസ്കസിങ് ഇൻ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. മേക്ക് അട്രാക്റ്റീവ് മോഡൽസ് ആൻഡ് എക്സിബിറ്റ് ദം ഇൻ ദ സ്കൂൾ സയൻസ് ക്ലബ്. പ്ലാൻ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ചേഞ്ച് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. Situation: heating solid ghee. Solid ghee, when it is heated, it is changed into that is melting take place. Cutting vegetables becomes smaller pieces. Then heating a PVC pipe. When a pipe is heated, that is a plastic, when heated, it will expand. Heating wax, so it will melt. Wax when heated, it will heat melt ചെയ്യും. Tearing paper becomes paper cut ചെയ്ത് എന്താണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാവും. Breaking a bottle becomes smaller pieces. Then heating lac, it melts. Crumbling paper changes shape. Analyze the table and find out the peculiarity of the changes. Write them down. Make use of the hints. Are new substance formed in any of the above situation? പുതിയ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടായോ? നമ്മളിപ്പോൾ ഈ കാണിച്ച ചാർട്ടില് what are the changes of state that occur? എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? Which among them involve a change in shape? ഏതിലൊക്കെയാണ് ഷേപ്പിൽ മാറ്റം വന്നത്? പേപ്പർ കട്ട് ചെയ്തപ്പോഴൊക്കെ ചേഞ്ച് മാറ്റം വന്നിട്ടുണ്ട് അല്ലെ? Which among the involve a change? സൈസിൽ മാറ്റം വന്നത് ഏതൊക്കെയാണ്? അതും എഴുതുക. ഫിസിക്കൽ ചേഞ്ച്. Change in the physical properties such as ഏതൊക്കെയാ physical property? State, shape and size is termed as a physical change. Expansion, melting, breaking, tearing. അല്ലെ, വികസിക്കുക, ചുരുങ്ങുക, പിന്നെ അലിയുക, മുറിക്കുക, ഇതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ച്. ന്യൂ സബ്സ്റ്റൻസ് ആർ നോട്ട് ഫോംഡ്, അല്ല പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യില്ല ഫിസിക്കൽ ചേഞ്ചിന്റെ സമയത്ത്. പെർമനന്റ് ചേഞ്ച്. ആർ ഓൾ ചേഞ്ചസ് ഫിസിക്കൽ ചേഞ്ച്? എല്ലാ മാറ്റങ്ങളും ഫിസിക്കൽ ചേഞ്ച് ആണോ? ലെറ്റ്സ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റി. അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യാം. എന്താ അത്? ടേക്ക് സം ഷുഗർ ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് അണ്ടിൽ ഇറ്റ് മെൽറ്റ്. ഒരു സ്പൂണിൽ കുറച്ച് പഞ്ചസാര എടുത്ത് അതിനൊന്ന് ചൂടാക്കുക, അലിയണ വരെ ചൂടാക്കുക. ഒബ്സർവ് ദ ചേഞ്ച്, എന്നിട്ട് അതിന്റെ മാറ്റം ശ്രദ്ധിക്കുക. ടേസ്റ്റ് ഇറ്റ് ആഫ്റ്റർ ഹീറ്റിംഗ്, എന്നിട്ട് എന്താ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? ടേസ്റ്റ് ചെയ്തപ്പോൾ എന്തായി? ഹീറ്റ് അഗൈൻ, ഒന്നും കൂടെ ചൂടാക്കുക. ഡു യു ഒബ്സർവ് എ ചേഞ്ച് ഇൻ ദ കളർ? ടേസ്റ്റ് ഇറ്റ് ആഫ്റ്റർ കൂളിംഗ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കളർ മാറ്റം അതിൽ ശ്രദ്ധിച്ചോ? തണുത്ത ശേഷം ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ് നൗ? ഇപ്പൊ എങ്ങനെയാണ് അത് ടേസ്റ്റ് ചെയ്യാണ്? Does the residue left in the spoon possess all the properties? അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ ആ ഷുഗർ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിന് ഷുഗറുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ? What differences do you find in the changes that occurred while heating wax and sugar? എന്ത് മാറ്റങ്ങളാണ് നമ്മൾ ഈ ഷുഗറും പഞ്ചസാരയും മെഴുകും ഒക്കെ ഹീറ്റ് ചെയ്തപ്പോ കണ്ടത്? Complete the table and record in the science diary. Let's do some more experiment. ഇനിയും വേറെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാണ്. എന്താ അത്? ബേൺ എ മെഗ്നീഷ്യൻ റിബൺ അല്ലെ, മെഗ്നീഷ്യൻ നാട നമ്മൾ കത്തിക്കുകയാണ്. ബേൺ എ പീസ് ഓഫ് പേപ്പർ, ഒരു കടലാസ കഷ്ണവും കത്തിക്കുകയാണ്. കെമിക്കൽ ചേഞ്ച്. ദ പ്രോസസ് ഇൻ വിച്ച് ദ സബ്സ്റ്റൻസ് ചേഞ്ച്ഡ് ഇൻടു എ ന്യൂ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിംഗ് ഓർ റിലീസിംഗ് എനർജി ഈസ് കോൾഡ് എ കെമിക്കൽ ചേഞ്ച്. എന്താണ്? ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. ദ പ്രോസസ് ഇൻ വിച്ച്, അതായത് ഒരു സബ്സ്റ്റൻസ് വന്നിട്ട് എന്താണ് അബ്സോർബ് ചെയ്യേ, എന്തെങ്കിലും റിലീസ് ചെയ്യേ, എനർജി അബ്സോർബ് ചെയ്യേ, റിലീസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് കെമിക്കൽ എനർജി. അത് സ്ഥിരമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ്, പിന്നീട് അത് മാറ്റാൻ പറ്റില്ല. Record your observation, the findings in the science diary. That is, change of substances formed by burning of magnesium ribbon and paper. Make inferences about the changes these substances undergo due to the absorption of heat energy. Make use of reading material as well. Different type of chemical changes. What are they? A large number of chemical changes take place every day in the human body. പലതരം ചേഞ്ച് നമ്മുടെ ദേഹത്ത് ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാ അത്? Find out more example and write down. കുറെ കൂടെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. Cooked rice tastes sweet when chewed for some time. അല്ലേ, ചോറ് കുറച്ചു നേരം നമ്മളിങ്ങനെ ചവച്ചുകൊണ്ടിരുന്ന എന്താവും? എന്തൊരു മധുരം ഫീൽ ചെയ്യും. The color of the film changes while taking X-rays. എക്സ്റേ എടുക്കുന്ന സമയത്ത് ആ ഫിലിമിന്റെ
നിറം തന്നെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? The color of the clothes fade when exposed. സൂര്യപ്രകാശത്തേക്ക് കുറേ നേരം നമ്മൾ തുണികൾ ഇട്ട് വെച്ചാൽ അതിന്റെ കളർ മങ്ങിപ്പോവും. Iron rod rust, ഇരുമ്പ് തുരുമ്പിക്കാറില്ലേ? Mangoes ripen, മാങ്ങ പഴുക്കണത്. Analyze the picture. Picture നോക്കിയിട്ട് എന്താ കണ്ടുപിടിച്ച? What is the chemical change indicated in the picture? That is the photosynthesis is being take place in this picture. Note down the energy chain during the chemical change. Here, with the help of the chloroplast and sunlight, this photosynthesis take place and form glucose and oxygen. Observe the picture given below. What are the physical change that can be identified in the picture? That is due to the heat from the sun. The rays, the heat from the sun and then down the heat rays reaching the sun. It is the result of the rays reaching the sun will come down as what? Rain. Okay. That is water when heated it evaporates and evaporates. As a result of this, condensation take place and we get as rain. We make use of several change, physical and chemical change in our daily life. Can you prepare അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല ഫിസിക്കലും കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കിച്ചണിലൊക്കെ ഓരോ ദിവസങ്ങളിൽ ഓരോ മാറ്റങ്ങളൊക്കെ നമ്മൾ അല്ല ഓരോ വസ്തുക്കൾ ഉണ്ടാക്കുമ്പോഴൊക്കെ പല ചേഞ്ചസ് നമ്മൾ മാറ്റങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ നമ്മൾ നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുക. That's all about this chapter. If you are interested, please do subscribe my channel. Okay, thank you.